ജനാധിപത്യ വിശ്വാസികളെ, ഈ വൈകിയ വേളയിൽ ദീർഘമായൊരു പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല. നമുക്കറിയാം, അബ്ദുൽ നാസർ മഅ്ദനി അനന്തമായ കാരാഗ്രഹവാസത്തിൽ അടയ്ക്കപ്പെട്ട അബ്ദുൽ നാസർ മഅ്ദനിക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാം ഇന്ന് നടത്തിയ പ്രൗഢമായ സദസ്സ്. ഈ പ്രൗഢമായ സദസ്സ് ഒരു കാര്യം ചിന്തിക്കണം. എന്തിനു വേണ്ടിയാണ് മഅ്ദനി ജയിലിൽ കിടക്കുന്നത്? എന്ത് കാര്യത്തിന് വേണ്ടിയാണ് അബ്ദുൽ നാസർ മഅ്ദനി ഇന്നും അനന്തമായി കാരാഗ്രഹവാസം അനുഭവിക്കുന്നത്? ഇവിടുത്തെ പാവപ്പെട്ടവന്റെ കാര്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ, അടിച്ചമർത്തപ്പെട്ടവന്റെ കാര്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവന്റെ കാര്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ അബ്ദുൽ നാസർ മഅ്ദനി കൊടും പീഡനത്തിന് വിധേയമാകുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ സാമുദായിക രാഷ്ട്രീയത്തിന്റെ തമ്പുരാക്കന്മാർ എന്തു പറഞ്ഞാലും, മതേതരത്വത്തിന്റെ മേലങ്കിയിരിക്കുന്ന മാടമ്പിമാരെന്തു പറഞ്ഞാലും, അബ്ദുൽ നാസർ മഅ്ദനിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ജീവനും ജീവിതവും തീരെഴുതി കൊടുക്കാൻ നാം തയ്യാറാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.